ഒരു യാത്ര പോയി വന്ന് നമ്മൾ കിടന്നു. ആ രാത്രിയിൽ ചിലപ്പോൾ ചില സ്വപ്നങ്ങൾ കാണും. നമ്മൾ എന്താ ഒരു വണ്ടി ഇടിക്കുന്നത് കാണുന്നു, അല്ലെങ്കിൽ ഒരു വലിയ കുഴിയിലേക്ക് പോകുന്നു. അതെന്താ നമ്മൾ തലേ ദിവസം ഒരു യാത്ര കഴിഞ്ഞ് വന്നതാണ്. ആ വാഹനത്തിലെ ആ ഒരു അവസ്ഥയും യാത്രയുടെ ആ ഒരു അഹ്വാലുകളും നമ്മുടെ മനസ്സിലുണ്ട്. ആ മനസ്സിലുള്ളതോടൊപ്പം കിടന്ന് നമ്മൾ ഉറങ്ങുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വണ്ടി ഇടിക്കുന്നതായിട്ടും കുഴിയിൽ വീഴുന്നതായിട്ട് കാണും. അപ്പോൾ അതല്ല പറഞ്ഞത്. നമ്മൾ സാധാരണ ഒരു ദിവസം കിടന്നുറങ്ങുന്നു, നമ്മൾ വലിയ യാത്രയൊന്നും ചെയ്തിട്ടില്ല, സാധാരണ ഒരു ദിവസം നമ്മൾ കിടന്നുറങ്ങുന്നു, ഉദോക്കെടുത്ത് കിടക്കുന്നു. അന്നത്തെ ദിവസം കാണുന്ന സ്വപ്നമായിരിക്കും ഫലിക്കുന്നത് തന്നെ എപ്പോൾ കാണണം? സുഹൂറിന്റെ നേരത്ത്, അതായത് അത്താഴ സമയത്ത് കാണുന്ന സ്വപ്നമായിരിക്കും കൂടുതൽ ഫലിക്കുക എന്നുമൊക്കെ നമുക്ക് കിതാബിൽ കാണാം. മറ്റൊരു കാര്യം, നമ്മൾ കണ്ട സ്വപ്നം ആരോടും കൂടുതൽ പറയാൻ നിൽക്കരുതെന്ന്. നമ്മൾ ഒരു സ്വപ്നം കണ്ടു, അത് ആരോടും അങ്ങനെ പറഞ്ഞു നടക്കരുത്. ഒരു ആന കുത്താൻ വരുന്ന സ്വപ്നം കണ്ടു, അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് വീഴുന്ന സ്വപ്നം കണ്ടു. അപ്പോൾ നമ്മൾ കൂട്ടുകാരോട് ഞാനൊരു സ്വപ്നം കൊണ്ട് ഒരു ആന കുത്താൻ വരുന്ന കുഴിയിലേക്ക് വീഴുന്നത്, അത് നിന്റെ മരണമാണ്, അങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ വ്യാഖ്യാനിച്ച് കളയും. അത് നീ മരിക്കുമെന്നാണ്, അല്ലെങ്കിൽ നിനക്ക് എന്തൊക്കെ വരാനുണ്ട്, അങ്ങനെയൊക്കെ ഒന്നും അറിയില്ല, അതിനെപ്പറ്റി ഒന്നും അറിയില്ലാത്ത ആളുകൾ ഇങ്ങനെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞാൽ അത് നമുക്ക് വലിയ കേടാണ്. അതൊരിക്കലും മറ്റുള്ളവരോട് പറയാൻ പാടില്ല. പിന്നെ പറയാം ആരോട്? ഇതുമായി ബന്ധപ്പെട്ട് അറിയാവുന്ന ആളുകളോട് മാത്രമേ പറയാൻ പാടുള്ളൂ. ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ സ്വപ്നവുമായി ബന്ധപ്പെട്ട്. ഇതൊക്കെ സ്വപ്നം ഫലിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില നിബന്ധനകളാണ്. ഇനി ചില ജീവികളെ നമ്മൾ സ്വപ്നം കണ്ടാൽ, ഹയാത്തുൽ ഹയവാനുൽ കുബ്ര എന്ന് പറയുന്ന കിതാബിൽ കാണാം, ചില ജീവികളെ നമ്മൾ സ്വപ്നം കണ്ടാൽ ചില കാര്യങ്ങൾ സംഭവിക്കും. ഒന്നാമത്തേത് എട്ടുകാലി. അൻകബൂത്ത് എന്നാണ് എട്ടുകാലിയുടെ അറബി വാക്ക്. എട്ടുകാലിയെ നമ്മൾ സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം പറയുന്നത് റജുലൻ ആബിദൻ സാഹിദൻ, അവൻ ആരായി മാറും? ഒരു സാഹിദ്, അതായത് ഇബാദത്ത് ചെയ്യുന്ന, നല്ല ഇബാദത്തുകളുള്ള, നല്ലൊരു സൂക്ഷ്മതയുള്ള ഒരാളായി ഭാവിയിൽ ഇവൻ മാറുന്നതാണ് എന്നാണ് ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. രണ്ടാമത്തേത് ത്വാഊസ്, മയിലിനെ കണ്ടാൽ, മയിലിനെ നമ്മൾ സ്വപ്നം കണ്ടു. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തഅഖീറുൽ അനാമി ഫീ തഅബീറുൽ മനാം എന്ന് പറയുന്ന മഹാനായ ഇമാം അബ്ദുൽ ഗനി അന്നാബൽസി റഹ്മത്തുള്ളാഹി അലൈഹി എഴുതിയ ഈ കിതാബിലുള്ളതാണ് ഈ പറയുന്നത്, അല്ലാതെ ഇവിടെ നോ കേട്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ. രണ്ടാമത്തേത് ത്വാഊസ് ആണ്, മയിലാണ്. മയിലിനെ സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം കല്യാണം കഴിക്കാത്ത പുരുഷനോ സ്ത്രീയോയാണ് ഈ ഒരു മയിലിനെ കാണുന്നതെങ്കിൽ സുന്ദരമായ സൗന്ദര്യമുള്ള ഒരു ഇണയെ കിട്ടുമെന്നാണ് അതിന്റെ അർത്ഥം. ഇനി കല്യാണം കഴിഞ്ഞവരാണ് ഈ ത്വാഊസ് മയിലിനെ കാണുന്നതെങ്കിൽ സൗന്ദര്യമുള്ള സന്താനങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇതിന്റെ അർത്ഥം. പിന്നെ ഇനി മയിലിന്റെ ഇറച്ചി കഴിക്കുന്നതായിട്ടെങ്ങാനും സ്വപ്നം കണ്ടാൽ തന്റെ ഇണ മരണപ്പെടും എന്നാണ് അതിന്റെ വ്യാഖ്യാനം. പിന്നെ മൂന്നാമത് തുഴുബാനാണ്, പാമ്പിനെ സ്വപ്നം കണ്ടാൽ. മിക്ക ആളുകളും പാമ്പ് കൊത്താൻ വരുന്നു, പാമ്പ് അങ്ങനെ പോകുന്നു ഇങ്ങനെ പോകുന്നു. പാമ്പിനെ സ്വപ്നം കണ്ടാൽ ഫഹിയ അദുവുൻ, അത് ശത്രു ഉണ്ട് എന്നതിന്റെ അടയാളമാണ്. പാമ്പ് നമ്മൾ ഓടിച്ചിരുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ, ഇപ്പോൾ തലേന്ന് രാത്രി നമ്മുടെ വീടിന്റെ പരിസരത്ത് ഒരു പാമ്പിനെ കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു പാമ്പിനെ കണ്ടു, അല്ലെങ്കിൽ പാമ്പിന്റെ ഫോട്ടോ കണ്ടു, അല്ലെങ്കിൽ പാമ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ കണ്ടു, എന്നിട്ട് കിടന്നുറങ്ങി, അപ്പോൾ പാമ്പിനെ സ്വപ്നം കണ്ടു. അതല്ല കേട്ടോ. നമ്മൾ സാധാരണ പാമ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഒന്നും കണ്ടിട്ടില്ല, സാധാരണ ഒരു ദിവസം കിടന്നുറങ്ങുന്ന സമയത്ത് ഉളുവക്കോട് കൂടി കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സ്വപ്നം കാണുന്നതെങ്കിൽ അതിന്റെ വ്യാഖ്യാനം പറയുന്നത് ഫഹിയ അദുവുൻ, അവനിക്ക് എന്തുണ്ട്? ഒരു ശത്രുവുണ്ട് എന്നൊരു വ്യാഖ്യാനമുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു വ്യാഖ്യാനമാണ് നല്ല മക്കൾ ഉണ്ടാകും, അല്ലെങ്കിൽ മക്കളിൽ ഖൈർ ഉണ്ടാകും എന്നും ഈ പാമ്പിന്റെ സ്വപ്നം കണ്ടാൽ ഇതിൽ പറയപ്പെടുന്നുണ്ട്. ഇനി വെളുത്ത പാമ്പിനെയാണ് കാണുന്നതെങ്കിൽ അതെന്താണ്? അദുവുൻ ദഈഫ്, ബലഹീനനായ ഒരു ശത്രുവാണ് അവനിക്കുള്ളത്. കറുത്ത പാമ്പിനെ കണ്ടാൽ അദുവുൻ ഷദീദ്, ശക്തനായ ശത്രുവുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ സർപ്പമോ കരിമൂർക്കനോ അങ്ങനെയുള്ള ഒരു പാമ്പിനെയാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഹയാത്തുൽ ഹയവാനുൽ കുബ്ര എന്ന കിതാബിൽ കാണാം, യദുല്ലു അലൽ അദാവത്ത്, ശത്രുക്കൾ ഒരുപാടുണ്ട്, അത് കുടുംബത്തിലായിരിക്കും, ചിലപ്പോൾ അത് ഭാര്യയാവാം, അത് മക്കളിലാവാം, ചിലപ്പോൾ അത് ഭർത്താവാം എന്നും വ്യാഖ്യാനമുണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണേ എന്നും നമുക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള സ്വപ്നം കണ്ടാൽ നമ്മൾ പ്രത്യേകം ദ്വാ രക്കണം. അല്ലാഹുവേ, ഞാൻ ഈ കണ്ട സ്വപ്നത്തിന്റെ എന്തെങ്കിലും ഒരു ദൂഷ്യം ഉണ്ടെങ്കിൽ അത് നീ മാറ്റി തരണേ അല്ലാ, ഈ കണ്ട സ്വപ്നത്തിൽ എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടെങ്കിൽ അത് നീ തരണേ അല്ലാ എന്ന് നമ്മൾ എപ്പോഴും ദ്വാ രക്കണം. ഇനി മറ്റൊരു ജീവിയാണ് ദീക്ക്, ദജാജത്ത്, കോഴിയെ സ്വപ്നം കണ്ട അത് നല്ലൊരു ലക്ഷണമാണ്. അതെന്താണ്? പണ്ഡിതനാവും, അല്ലെങ്കിൽ ഇൽമുള്ളവനാകും എന്നൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനം വരുന്നത്. മാതാപിതാക്കൾ കണ്ടാൽ നമ്മുടെ മക്കളിൽ എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. ഇനി കൊത്തുകൂടുന്നതായിട്ട്, കോഴി രണ്ടെണ്ണം കൊത്തുകൂടുന്നതായിട്ട് കണ്ടാൽ അതെന്താണ്? ഒരു പക്ഷേ വിദേശിയായ ഒരാൾ നമ്മുടെ വീട്ടിലേക്ക് വരാൻ ഉണ്ട്, ചിലപ്പോൾ വിദേശത്തുള്ള മക്കളാവാം, ഭർത്താവാം, അല്ലെങ്കിൽ സഹോദരൻ, അവർ വിദേശത്ത് നിന്നും വരുന്നു എന്നാണ് അതിന്റെ വ്യാഖ്യാനം. ഇനി മറ്റൊന്ന്, ഒരു കൂട്ടം പക്ഷികളെ നമ്മൾ സ്വപ്നം കണ്ടാൽ അതെന്താ? അൽ അമൽ, അത് സൽക്കർമ്മം ചെയ്യാനുള്ള ഒരു തൗഫീഖ് അല്ലാഹു തരുന്നു എന്നതിന്റെ വ്യാഖ്യാനമാണ്. തിമിംഗലം, വലിയൊരു തിമിംഗലത്തെ, വലിയൊരു മത്സ്യത്തെ നമ്മൾ കണ്ടാൽ അതെന്താണ്? നല്ല ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്നും നമുക്ക് കുറച്ച് സമ്പത്തോ കുറച്ച് ഹദിയ അതൊക്കെ കിട്ടാനുണ്ട് എന്നാണ് അതിന്റെ വ്യാഖ്യാനം. ഇനി ഉദഹിയത്തിന്റെ മൃഗങ്ങൾ, നമ്മളിപ്പോൾ ഉദഹിയത്ത് അറുക്കാൻ വേണ്ടി മൃഗങ്ങളെ വാങ്ങിച്ചിട്ടുണ്ട്, അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ സ്വപ്നം കാണുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ്, എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറുമെന്നും റിസ്ക് വിശാലമാകും എന്നൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനം. ഇനി സമക്കിനെ കണ്ടാൽ, മീൻ മത്സ്യത്തെ കണ്ടാൽ അതെന്താണ്? മാലുണ്ടാകും, സമ്പത്തുണ്ടാകും എന്നാണ് അതിന്റെ വ്യാഖ്യാനം. ഇനി ഒരാൾ മീനിനെ പിടിക്കുന്നു, ചൂണ്ടയെറിയുന്നു, വലയെറിയുന്നു, അങ്ങനെ സ്വപ്നം കണ്ടാലോ സന്തോഷമുള്ള വാർത്തകൾ അവനെ തേടിയെത്തും എന്നും അതിൽ നമുക്ക് വ്യാഖ്യാനം കാണാം. ഇനി ഹിറത്ത്, പൂച്ചയെ കണ്ടാലോ ഖാദിമുൻ ഹാഫിദുൻ, അവനെ സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന ഒരാളുണ്ട്, അതായത് ഒരു പക്ഷേ ഭാര്യയാവാം, മക്കളാവാം, ഭർത്താവാം. ഇനി ഒരു പൂച്ചയെ കണ്ടാൽ മറ്റൊരു വ്യാഖ്യാനം പറയുന്നത് റാഹത്തുൻ വഫറഹുൻ, സന്തോഷവും ഒരു സമാധാനവും ഉണ്ടാകും എന്നും നമുക്ക് കാണാം. രണ്ട് പൂച്ചകൾ തമ്മിൽ കടിപിടി കൂടുന്നതായിട്ട്, പൂച്ച ആക്രമിക്കുന്നതായിട്ട് ഒരു സ്വപ്നം കണ്ടാൽ അതെന്താണ്? കസീറത്തുൽ അദാ, പ്രയാസങ്ങൾ പതിയെ ഉണ്ടാകുമേ എന്നാണ് അതിന്റെ വ്യാഖ്യാനം. പിന്നെ അസദിനെ കണ്ടാൽ, സിംഹത്തെ കണ്ടാൽ അത് സുൽത്താനുൻ ഷദീദുൻ, ഒരു ദുർഭരണാധികാരി ഉണ്ടാകുമെന്നാണ് അതിന്റെ വ്യാഖ്യാനം. ഇനി വഫാദിഅ, തവളയെ സ്വപ്നം കണ്ടാൽ റജുലുൻ ആബിദുൻ, ഒരു നല്ല മനുഷ്യനായി, ഒരു ഇബാദത്തുള്ള മനുഷ്യനായി ഇയാൾ മാറുമെന്നും നമുക്ക് കാണാം. ഇനി ഒരു നാട്ടിൽ മുഴുവനും ഇങ്ങനെ തവളകൾ കൂടിക്കൂടി വരുന്നതായിട്ട് സ്വപ്നം കണ്ടാൽ അതൊരു അദാബ്, ആ നാട്ടിൽ എന്തോ ഒരു അദാബ് വരാനുണ്ട് എന്നാണ് അതിന്റെ വ്യാഖ്യാനം. ഒട്ടകത്തെ, ഇബിലിനെ സ്വപ്നം കണ്ടാൽ അവനിക്ക് വലിയൊരു ഗാംഭീര്യം ഉണ്ടാകും, ഉന്നതി ഉണ്ടാകും, അതുപോലെ തന്നെ ശത്രുവിനെ പരാജയപ്പെടുത്തും എന്നൊക്കെയാണ് അതിന്റെ വ്യാഖ്യാനം. ഇനി ഒട്ടകത്തിന്റെ പുറത്ത് കയറുന്നതായിട്ട് സ്വപ്നം കണ്ടാലോ അതെന്താണ്? ഒരു ദീർഘയാത്ര പോകുമെന്നാണ് അതിന്റെ അർത്ഥം. ഇനി സുലഫാറ്റിനെ സ്വപ്നം കണ്ടാൽ, അതായത് ആമയെ സ്വപ്നം കണ്ടാൽ ഇൻസാനുൻ സാഹിദുൻ ആബിദുൻ, അതൊരു നല്ല ഒരു സ്വപ്നമാണ്, അവനാരാ? ഒരു ഇബാദത്തുള്ള മനുഷ്യനാകും എന്നാണ് അതിന്റെ വ്യാഖ്യാനം. ഇനിയോ കടന്നൽ, സംബൂർ, കടന്നലിനെ സ്വപ്നം കണ്ടാൽ എന്താണ്? അത് അദുവ്, ശത്രുവുണ്ട്, മഹാരിമുൻ, ആക്രമിക്കുന്ന അപകടകാരി
അപകടകാരിയായ ആരോ ഒരു ശത്രു അവന്റെ കുടുംബത്തിലോ മറ്റോ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അർനബ് മുയലിനെ സ്വപ്നം കണ്ടാൽ യദുല്ലു അലാ റജുലിൻ ജുബ്ബാനിൻ, ഭീരുവായ ഒരു മനുഷ്യനെ അറിയിക്കുന്നു. ഒരുപക്ഷെ അവൻ ഭീരു ഇവനാവാം, അല്ലെങ്കിൽ ഇവന്റെ മക്കളിൽ ആരെങ്കിലും ആവാം. എന്തോ ഒരു പ്രയാസം വരുമ്പോൾ അതിനെ നേരിടാനുള്ള കരുത്തില്ലാത്ത ഒരു ഭീരുവാണ് എന്നതിന്റെ ഒരു വ്യാഖ്യാനമാണ് മുയലിനെ സ്വപ്നം കണ്ടാൽ ഉള്ളത്. നമ്മൾ ഉറുമ്പിനെ സ്വപ്നം കണ്ടാൽ ദഈഫുൻ, ഒരു ബലഹീനത വരാനുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇനി ഉറുമ്പ് വിരിപ്പിൽ, നമ്മുടെ കിടക്കുന്ന വിരിപ്പിൽ ഉറുമ്പ് വന്നു, അങ്ങനെയാണെങ്കിൽ കസറത്തുൽ ഔലാദ്, ധാരാളം മക്കൾ ഉണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം. വീട്ടിൽ ഒരുപാട് ഉറുമ്പിനെ കണ്ടാൽ അതെന്താണ് ബറക്കത്തുണ്ടാകുമെന്നാണ് അതിന്റെ അർത്ഥം. ഇനി പട്ടിയെ കണ്ടാൽ, നായ കണ്ടാൽ നാലഹു മിൻ അദുവിഹി ഹമ്മുൻ, അതായത് ശത്രുവിന്റെ ഭാഗത്ത് നിന്നും എന്തോ ഒരു പ്രയാസമുണ്ട്, നായ കുരക്കുന്നു, നായ കടിക്കുന്നു, നായ ഉപദ്രവിക്കുന്നു, അതൊക്കെ മോശം അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായേക്കാം എന്നതിന്റെ അടയാളമാണ്. പിന്നെയോ പുഴുവിനെ സ്വപ്നം കണ്ടാൽ അത് ബിൻതുൻ, പെൺകുട്ടികൾ ഉണ്ടാകും, നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ മക്കൾക്കോ പെൺകുട്ടികൾ സന്താനങ്ങൾ ഉണ്ടാകും എന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ ഖുറാബ്, കാക്കയെ കണ്ടാൽ ഷർറുൻ, എന്തോ ഒരു ദുശകനമുണ്ട്, മനക്ലേശമുണ്ട്, ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് പക്ഷികളെയും ഈ ഒരു ജീവികളെയൊക്കെ നമ്മൾ സ്വപ്നം കണ്ടാൽ അതിന്റെ വ്യാഖ്യാനം. ഇതൊക്കെ ഞാൻ ഓടിച്ചു പറഞ്ഞു എന്നാണ്. ഇതിന്റെ ഇടയിലേക്ക് ഒരുപാട് വിശദീകരണമുണ്ട്, അങ്ങോട്ടൊന്നും കടന്നിട്ടില്ല. അപ്പോൾ ഇനി പല ആളുകളും ചോദിക്കും, ഉസ്താദേ ഞങ്ങൾക്ക് അങ്ങനെ സ്വപ്നം കണ്ടാൽ, ഇത് കണ്ടാൽ, അവിടെ പോകുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു അപകടം പറ്റുന്നത് കണ്ടാൽ, അല്ലെങ്കിൽ കണ്ണിങ്ങനെ എന്താണ് മിടിക്കുന്നത് സ്വപ്നം കണ്ടാൽ, അങ്ങനെ പല പല സ്വപ്നങ്ങൾ ചോദിച്ച ആളുകൾ വന്നേക്കാം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് മറ്റൊരു അവസരത്തിൽ പറയാം. ഇപ്പോൾ പറഞ്ഞത് നമ്മൾ സ്ഥിരമായി ഒരുപക്ഷെ കാണാൻ സാധ്യതയുള്ള, പല ആളുകളും സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ ഇടക്കിടക്കോ ഒക്കെ നമ്മൾ കാണാൻ സാധ്യതയുള്ള ഒരു 18ഓളം ജീവികൾ, ആ ജീവികളെ സ്വപ്നം കണ്ടാലുള്ള എന്താണ് അതിന്റെ വ്യാഖ്യാനം, അതാണ് ഞാനിവിടെ പറഞ്ഞത്. ഹയാത്തുൽ ഹയവാനുൽ കുബ്ര എന്ന കിതാബിലും അതുപോലെ തന്നെ തഅഖീറുൽ അനാമി ഫീ തഅബീറുൽ മനാം എന്ന് പറയുന്ന മഹാനായ അബ്ദുൽ ഗനി അന്നാബൽസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബിലും വന്നിട്ടുള്ള വ്യാഖ്യാനങ്ങളാണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ എന്ത് സ്വപ്നം കണ്ടാലും അപ്പോൾ തന്നെ ദുആ ചെയ്യണം. അല്ലാഹുവേ പടച്ചോനെ, ഞാൻ ഒരു സ്വപ്നം കണ്ടു, ഞാൻ ആരോടും പറയുന്നില്ല, റബ്ബേ ഈ സ്വപ്നം കണ്ടത് എന്തെങ്കിലും ഒരു നന്മയുണ്ടെങ്കിൽ ആ നന്മ നീ എനിക്ക് വേഗത്തിൽ എനിക്ക് അടുപ്പിച്ചു തരണം, എന്തെങ്കിലും ഒരു തിന്മയാണെങ്കിൽ, ഷർറാണെങ്കിൽ അതിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു, അത് നീ തട്ടി മാറ്റണമെന്ന് ഏത് സ്വപ്നം കണ്ടാലും നമ്മൾ ദുആ ചെയ്യണം. ഏത് സ്വപ്നം കണ്ടാലും നമ്മൾ ദുആ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് സ്വപ്നം അതൊരു പക്ഷേ ഫലിച്ചേക്കാം, ചിലപ്പോൾ ഫലിക്കാതെ പോയേക്കാം, ചിലപ്പോൾ അത് അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാവാം, ചിലപ്പോൾ പിശാചിന്റെ ഭാഗത്ത് നിന്നാവാം. അപ്പോൾ അതുകൊണ്ട് സ്വപ്നം ഏത് രൂപത്തിൽ നിന്നാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ദുആ ചെയ്യണം. അല്ലാഹുവേ എന്ത് സ്വപ്നം കണ്ടാലും ഇത് ഖൈറാണെങ്കിൽ ഇതിന്റെ ഖൈർ തരണം, ഇത് ഷർറാണെങ്കിൽ ഇതിന്റെ ഷർ നീ എനിക്ക് തട്ടി മാറ്റണം എന്ന് ദുആ ചെയ്യാൻ മറന്നു പോകണ്ട. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. ചില ആളുകൾ ഉറക്കത്തിൽ നല്ല സ്വപ്നം കാണും, ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ അടുപ്പിച്ച് കണ്ടേക്കാം. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്തോ ഒരു സ്വപ്നം കണ്ടു, പക്ഷേ എന്താണെന്ന് അറിയില്ല, മറന്നുപോയി. പിന്നെ അതിങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് എന്താണ് സ്വപ്നം, എന്താണ് സ്വപ്നം, അതിന്റെ ഒരു ആവശ്യമില്ല, അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല, അതങ്ങോട്ട് പോട്ടെ. എന്തെങ്കിലും ഒരു അപകടമോ അല്ലെങ്കിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ പടച്ചോൻ അത് നമുക്ക് അറിയിച്ചു തരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു സ്വപ്നം കണ്ട് അപ്പോൾ തന്നെ ദുആ ചെയ്യുക, പടച്ചോനെ എന്താണോ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, എനിക്ക് എന്താണെന്ന് അറിയില്ല, ഖൈറാണെങ്കിൽ അത് നീ എനിക്ക് അടുപ്പിച്ച് തരണം, എന്തെങ്കിലും